നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ ചതയം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ചതയം നക്ഷത്രം എന്ന് പറയുമ്പോൾ കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാധീനം ഇത്തിരി കുറവാണ്, ചെറിയൊരു വാഴപ്പഴമുള്ള സമയമാണ്. ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ ബുധശുക്ര യോഗമുണ്ട്. ലഗ്നാധിപതിയായിരിക്കുന്ന ശനി രാഹുവിനോട് യോഗം ചെയ്ത് രക്ഷാസ്ഥാനത്താണ്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയിക്കാനുള്ള യോഗം ഈ മാസത്തിലുണ്ട്. വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. ജലചര ധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് മീനൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ 4-ാം ഭാവാധിപതി ഭാഗ്യാധിപത്യം വഹിച്ച് ഉച്ച ബലവാനായിട്ടാണ് ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഭാഗ്യം കൊണ്ടല്ല, ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ലഗ്നത്തിൻ്റെ സഹായ സ്ഥാനാധിപതിയും കർമാധിപതിയും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണവും നല്ല സഹായങ്ങൾ കിട്ടാനുള്ളൊരു യോഗമൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലഗ്നാൽ നിവർത്തി സ്ഥാനാധിപതി സഹായ സ്ഥാനത്ത് നിൽക്കുന്ന കാരണം ഭാര്യയിൽ നിന്നും കുടുംബക്കാരിൽ നിന്നുമൊക്കെയുള്ള സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലാഭാധിപതിയും അതുപോലെ തന്നെ ധനാധിപതിയുമായിട്ടാണ് 4-ൽ നിൽക്കുന്നത്. അപ്പോൾ കുടുംബ സംബന്ധമായിട്ട് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ലെങ്കിൽ പോലും 4-ാം ഭാവാധിപതി ഉച്ചബലവാനായിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് കുടുംബസുഖം അനുഭവിക്കാനുള്ള യോഗം നല്ല രീതിയിലുണ്ട്. ശത്രുസ്ഥാനത്ത് ചൊവ്വ കർമാധിപതിയാണ് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്, സഹായ സ്ഥാനാധിപത്യം വഹിച്ച്. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷത്തിൻ്റെ ദുരിതം ചെറുതായിട്ടുണ്ടെങ്കിലും ചൊവ്വയെ സംബന്ധിച്ച് 6-ാം ഭാവം ഇഷ്ടസ്ഥാനം ആയതുകൊണ്ട് അത് തൊഴിൽ സംബന്ധമായിട്ട് അനുകൂലാവസ്ഥ ഉണ്ടാകും. കർമ്മ മേഖലയിൽ ശത്രുദോഷം ഉണ്ടെങ്കിലും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാക്കും എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അതുപോലെ തന്നെ രോഗകാരകത്വമായിട്ട് നിൽക്കുന്ന ചൊവ്വ 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാൻ മടിച്ചു നിൽക്കുന്നത് കാരണം കൊണ്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനായിട്ട് നിപുണായോഗമൊക്കെ ചെയ്ത് ആദ്യത്തിനും ബുധനും നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ശനി നിൽക്കുന്ന കാരണം അലസത കാരണം കൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുകയും ആ പ്രവണത കൊണ്ട് ദോഷങ്ങൾ അനുഭവിക്കാൻ ഇടവരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴപ്പിഴവ് എന്ന് പറയുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അഷ്ടമത്തിലാണ് കേതു. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഓപ്പറേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും നാഗപൂജയൊക്കെ ചെയ്തിട്ട്, രാഹുപൂജയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.